നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. 2024 ഇതാ പോയി മറയുന്നു. ഫുട്ബോൾ ലോകത്ത് നിന്ന് പല മഹാരഥന്മാരും കളിക്കളം വിട്ട വർഷമാണ് 2024. അങ്ങനെ കളിക്കളം വിട്ട മഹാരഥന്മാരെ വെച്ചുകൊണ്ടൊരു പ്ലേയിങ് 11 ഉണ്ടാക്കിയാൽ അതെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്ലേയിങ് 11 ആയിരിക്കും. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ ഒരു പ്ലേയിങ് 11. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇവരെ ചേർത്തുകൊണ്ടൊരു പ്ലേയിങ് 11 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലവർ കൃത്യമായ കണക്ക് പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്ന റിട്ടയർഡ് ആയിട്ടുള്ള താരങ്ങളുടെ കണക്കെടുത്താൽ അവർക്കിടയിൽ 4 വേൾഡ് കപ്പ് വിജയിച്ചതുണ്ട്, 7 യൂറോ കപ്പുകൾ, 2 കോപ്പ അമേരിക്കകൾ, 22 ചാമ്പ്യൻസ് ലീഗുകൾ, അങ്ങനെ നേട്ടങ്ങൾ കൊയ്തെടുത്തവരുടെ ഒരു 11ആണിത്. നോക്കാം. ഗോൾ കീപ്പറായിട്ട് ക്ലോഡിയോ ബ്രാവോയാണ് വെക്കുന്നത്. ചിലിയൻ താരം, 41കാരനായിട്ടുള്ള താരം, ഈ വർഷമാണ് ഫുട്ബോളിനോട് വിട പറഞ്ഞത്. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളയാളാണ്. റയൽ സോസിഡാഡിനും FC ബാഴ്സലോണക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും ബെറ്റീസിനും ഒക്കെയായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. 2014-15 ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണക്കൊപ്പം അദ്ദേഹം കിരീടം ചൂടുകയുണ്ടായി. മാത്രമല്ല 2 തവണ കോപ്പ അമേരിക്ക കിരീടങ്ങൾ ചിലിക്കൊപ്പം 2015-ലും 2016-ലും നേടിയിട്ടുള്ളയാളാണ്. അദ്ദേഹം വിരമിച്ചത് ഈ വർഷമാണ്. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ പെപ്പെ, ബ്രസീലുകാരനായിട്ടുള്ള പെപ്പെ പിന്നെ നാച്ചുറലൈസ് ചെയ്ത് പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. 41കാരനായിട്ടുള്ള പെപ്പെ പോർട്ടോയുടെ ഐഡലാണ്. അദ്ദേഹം അവരുടെ ടീമിന് വേണ്ടി നീണ്ടകാലം കളിക്കുകയുണ്ടായി. 2016 യൂറോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിൽ 10 വർഷക്കാലം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ താരമാ അദ്ദേഹം കഴിഞ്ഞ യൂറോ കപ്പോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നെ ലിയനാർഡോ ബൊനൂച്ചി, ഇറ്റലിക്കാരനായിട്ടുള്ള ഇറ്റാലിയൻ ഡിഫൻഡർ, 37കാരനായിട്ടുള്ള താരം, ബിഗ് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയും നീണ്ടകാലം അദ്ദേഹം കളിക്കുകയുണ്ടായി. ഇന്റർ മിലാൻ, AC മിലാൻ, യുവൻറ്റസ്, ഈ ക്ലബ്ബുകൾക്കൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2020 യൂറോ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ വർഷം മെയ് മാസത്തിൽ ഫെനർബാഷയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ചത്. റാഫേൽ വരാനെ, ഫ്രഞ്ച് ഡിഫൻഡർ, 31കാരനായിട്ടുള്ള താരം, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. റയൽ മാഡ്രിഡിൽ അദ്ദേഹം കിരീടങ്ങൾ ചൂടി. റയൽ മാഡ്രിഡിന് വേണ്ടി 10 വർഷക്കാലം കളിച്ചു. 18 കിരീടങ്ങൾ ഇൻക്ലൂഡിങ് 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അടക്കം അദ്ദേഹം നേടുകയുണ്ടായി. പിന്നെ യുണൈറ്റഡിലേക്ക് പോയി. ഏതായാലും പിന്നീട് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2018 വേൾഡ് കപ്പ് നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹം. ജോയൽ മാറ്റിപ്പാണ് അടുത്ത താരം. ജർമ്മൻകാരനായിട്ടുള്ള താരം, പക്ഷേ നാച്ചുറലൈസ് ചെയ്ത് കാമറൂണിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. 33 വയസ്സുള്ള താരം വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ലിവർപൂളിൻ്റെ ജേഴ്സിയിലാണ് അദ്ദേഹം ഫുട്ബോൾ കരിയറിൽ പീക്കിലേക്ക് എത്തുന്നത്. തിയാഗോ അൽക്കാൻഡ്ര മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രസീലുകാരനായിട്ടുള്ള താരം, പക്ഷേ നാച്ചുറലൈസ് ചെയ്ത് സ്പെയിനിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. 33കാരനായിട്ടുള്ള താരം അപ്രതീക്ഷിതമായിട്ടാണ് വിടവാങ്ങൽ പ്രഖ്യാപിച്ചത്. 1994 ബ്രസീലിന് വേണ്ടി കിരീടം ചൂടിയ, വേൾഡ് കപ്പ് കിരീടം ചൂടിയ മാസീഞ്ഞോയുടെ പുത്രനാണ് തിയാഗോ അൽക്കാൻഡ്ര. അദ്ദേഹം ഇറ്റലിയിലാണ് ജനിച്ചത്. ബ്രസീലിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ സ്പാനിഷ് ദേശീയ ടീമിന് വേണ്ടി കളിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം ബാഴ്സലോണയിൽ അദ്ദേഹം കളിച്ചു. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കിന് വേണ്ടി അദ്ദേഹം കളിച്ചു. അങ്ങനെ പലയിടങ്ങളിൽ കളിച്ച്, ലിവർപൂളിന് വേണ്ടി കളിച്ച്, അങ്ങനെ ഒടുവിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ബാഴ്സയുടെ കോച്ചിങ് സ്റ്റാഫിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ടോണി ക്രൂസ്, ജർമ്മൻ മിഡ്ഫീൽഡർ, 34കാരനായിട്ടുള്ള താരം, പോയ സീസണിലും മികച്ച പ്രകടനം നടത്തിയിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടമൊക്കെ ചൂടിയിട്ടാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 2014 വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. റയൽ മാഡ്രിഡിനോടൊപ്പം അനവധി കിരീടങ്ങൾ ചൂടിയ താരമാണ് ടോണി ക്രൂസ്. അദ്ദേഹവും ഈ വർഷമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ആൻഡ്രേ ഇനിയസ്റ്റ, സ്പാനിഷ് മധ്യനിര താരം, 40കാരനായിട്ടുള്ള താരം, സ്പെയിനൊപ്പം വേൾഡ് കപ്പ് നേടിയിട്ടുള്ള കളിക്കാരൻ, 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ 2005, 2006, 2008, 2009, 2010, 2011, 2014, 15 സീസണുകളിൽ അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 2008-ലും 2012-ലും 2010 വേൾഡ് കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ ബാഴ്സലോണ വിട്ടതിന് ശേഷം പിന്നെ വീസൽ കൊബയിൽ ജപ്പാനിൽ കളിച്ചിരുന്നു. അതിനുശേഷം UAEയിൽ കളിച്ചുകൊണ്ട് ഈ വർഷമാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഈ വർഷം ഒക്ടോബറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്നത്. ഇനി മധ്യനിരയിലേക്ക് അടുത്ത താരം മൗറൻ ഫെല്ലൈനിയാണ്. ബെൽജിയൻ താരം, 37കാരനായിട്ടുള്ള താരമാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലടക്കം കളിച്ചിട്ടുള്ള
താരമാണ് അദ്ദേഹം. 2018 വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെ ബെൽജിയം 2-1 തോൽപ്പിച്ച കളിയിലടക്കം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസസ് നവാസ് വിങ്ങറായിട്ട് കളിക്കുന്ന താരം, 39-കാരനായിട്ടുള്ള താരം, ഇപ്പോഴാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൻ്റെ ആരാധകരടക്കം ട്രിബ്യൂട്ട് അർപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു. സ്പാനിഷ് ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം കിരീടങ്ങൾ ചൂടി. 2010 വേൾഡ് കപ്പ്, 2 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകൾ 2012-ലും അതുപോലെ 2024-ലും അതുപോലെ 2023 നേഷൻസ് ലീഗ്, ഇങ്ങനെയുള്ള കിരീടങ്ങളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സെവിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിന്നറും അദ്ദേഹമാണ്. 8 ടൈറ്റിലുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. നാനി, സ്ട്രൈക്കറായിട്ട് പോർച്ചുഗീസ് താരം നാനി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഈ വർഷം കണ്ടു. സ്പോർട്ടിങ്ങിലൂടെ വന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം കളിച്ചു. ടൈറ്റിലുകൾ അദ്ദേഹം നിരവധി നേടിയിട്ടുണ്ട്. 2007-2008 ചാമ്പ്യൻസ് ലീഗ് CR7 അദ്ദേഹം നേടുകയുണ്ടായി. ദേശീയ ടീമിൽ 112 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ്. അങ്ങനെ 2016 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള താരമാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അത്ര ആദ്യം വന്നൊരു ഹൈപ്പോട് കൂടിയല്ല മുന്നോട്ട് പോയതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 38-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. എന്തൊരു കിടിലൻ 11 ആണിതെന്ന് നോക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.